ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാശിക്ക് പോകണ്ട എങ്കിലും ഇന്ന് നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് ഞാനങ്ങ് നേരത്തെ എഴുന്നേറ്റ് കേട്ടോ. എഴുന്നേറ്റ് കുളിച്ച് റെഡിയായിട്ടാണ് താഴോട്ടിറങ്ങി വന്നത്. അപ്പം വന്ന് ഞാൻ ജനൽ തുറന്നപ്പോഴേ ജനലിൻ്റെ അവിടെ എല്ലാം പാത്രങ്ങൾ ഇരിക്കുന്നു. എങ്കിൽ അതെല്ലാം ഒതുക്കി വെച്ചിട്ട് ഇനി ബാക്കി പരിപാടി ചെയ്യാം. അപ്പം അതൊക്കെ ചെയ്താൽ മതിയല്ലോ, ധൃതിയൊന്നും ഇല്ലല്ലോ. നേരത്തെ എന്ന് വെച്ചാൽ 7 മണിയാകുമ്പോഴത്തേന് ജോലി ഒതുക്കണം, എങ്കിലേ കാശി വിടാൻ പറ്റത്തുള്ളൂ. ഇന്ന് പിന്നെ പോകണ്ടാത്തത് കൊണ്ട് അപ്പം അതൊക്കെ ചെയ്യാമെന്ന് കരുതി. ഏട്ടൻ ഉണർന്നു, മുകളിൽ ഇരിപ്പുണ്ട്. പിള്ളേർ ഉറക്കം ആയതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുവാണ്. ഉണരുവാണെങ്കിൽ ശ്രീമോൻ ചിലപ്പം കരയും, നല്ല സ്വഭാവമാണെന്നുണ്ടെങ്കിൽ കരയത്തില്ലേ. അതുകൊണ്ട് എഴുന്നേൽക്കുന്നൊന്ന് വെയിറ്റ് ചെയ്ത് അവിടെ ഇരിപ്പാണ് അച്ഛൻ. അങ്ങനെ പിന്നെ ഞാൻ താഴോട്ട് ഇറങ്ങി വന്നു. ആദ്യം തന്നെ ഞാനാണെങ്കിൽ കുടിക്കാനുള്ള വെള്ളമാണ് എടുത്ത് വെളിയിൽ വെച്ചത്. അത് കഴിഞ്ഞ് പാലാണ് എടുക്കുന്നത് ചായ ഇടാനെ കൊണ്ട്. അപ്പോൾ ഞാൻ ഡേറ്റ് നോക്കുവാണ്. നേരത്തെയുള്ള പാൽ ആദ്യം എടുക്കാമെന്നും കരുതിയാണ് എടുക്കുന്നത്. അപ്പം പാലൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാനിനി അവരെഴുന്നേറ്റ് വന്നില്ലെങ്കിൽ പോലും ആദ്യമേ അങ്ങ് ചായ ഇട്ടിട്ട് ബാക്കി പരിപാടികൾ തുടങ്ങാമെന്നാണ് കരുതുന്നത്. എന്നും രാത്രി കിടക്കുമ്പോൾ ചിന്തിക്കും നാളെ രാവിലെ എന്തോ ഉണ്ടാക്കും, ഉച്ചക്കത്തേക്ക് എന്തോ ഉണ്ടാക്കും എന്നൊക്കെ ഉള്ളതൊക്കെ ആലോചിച്ചിട്ടാണ് കിടക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് വന്ന് സാധനങ്ങളൊക്കെ കാണുമ്പോൾ ആ പ്ലാനിങ് എല്ലാം അങ്ങ് മാറും കേട്ടോ. സ്കൂളിൽ പോകുന്ന ദിവസങ്ങളാണെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ കാശി പറയും നാളെ ഇന്നത് വേണം കഴിക്കാനെന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് വലിയ പാടില്ല. ഇതുകൊണ്ട് ഇന്നാണെങ്കിൽ ഒന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ അടുത്ത ഒരു ചീനി അങ്ങ് പുഴുങ്ങാമെന്ന് കരുതി. ഞാൻ 12 പോയിട്ട് മാമൻ തന്നു വിട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ അധികം ഒന്നും ചീനി കഴിക്കത്തില്ല. അപ്പോൾ ഓരോ ചീനി വെച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനുള്ളത് കാണാം. അപ്പോൾ ഈ ഒരു ചീനി ഞാനങ്ങ് പുഴുങ്ങാനായിട്ട് എടുത്തു. വേവിക്കാൻ എടുത്തിട്ടില്ല, പുഴുങ്ങാനെടുത്തു. അപ്പോൾ ഇന്നലത്തെ കുറച്ച് മീൻകറി ഇരിപ്പുണ്ട്, ഇച്ചിരി ചിക്കൻ കറി ഇരിപ്പുണ്ട്. അപ്പോൾ അത് ചൂടായി കഴിഞ്ഞാൽ രാവിലത്തെ കാര്യം നടക്കും. പിന്നെ മീൻ വെല്ലം വാങ്ങിക്കാമെന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. അപ്പം ബൂസ്റ്റ് എടുത്ത് പിള്ളേർക്ക് ബൂസ്റ്റും എടുത്തു. ഏട്ടനാണെങ്കിൽ ചായ എടുത്തു. ഞാനിപ്പോൾ കോഫി കുടിക്കത്തില്ല കേട്ടോ. കോഫിക്ക് അങ്ങ് അഡിക്റ്റ് ആയിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ അതങ്ങ് നിർത്തി, കോഫി കൂടി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ കുടിക്കണമെന്ന് തോന്നത്തില്ല. നേരത്തെ എന്ന് വെച്ചാൽ എപ്പോൾ കിട്ടിയാലും കുടിക്കുന്ന ഞാനായിരുന്നു. ഇപ്പോൾ കോഫിയേ വേണ്ട. പിന്നെ ഈ പനി ആയിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് തൊണ്ടയിലോട്ട് ഇച്ചിരി ചൂടുവെള്ളമൊക്കെ ചെന്നാൽ കൊള്ളാമെന്ന് തോന്നുമ്പോൾ നമ്മൾ വിചാരിക്കും ഇച്ചിരി കോഫി കുടിച്ചാൽ കൊള്ളാമെന്ന്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ അങ്ങനെ പോലും എനിക്ക് തോന്നുന്നില്ലെന്നുള്ളതാണ്. അത് നിർത്തിയത് കൊണ്ടായിരിക്കാം. മധുരവും അങ്ങ് കുറച്ചിട്ടുണ്ട് നല്ലതായിട്ട്. മധുരം എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് ചായക്ക് തന്നെയായിരുന്നു. അതിപ്പോൾ കുടിക്കാത്തത് കൊണ്ട് ഇവിടെ പഞ്ചസാരയ്ക്ക് ചിലവും കുറവാണ്. അപ്പോൾ അവർക്കുള്ള ചായയും കോഫിയും ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാനാണെങ്കിൽ ചീനി വെട്ടി മുറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണേ. ഈ സമയത്തൊന്നും അച്ഛനും മക്കളൊന്നും എഴുന്നേറ്റ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സമാധാനത്തിൽ നിന്ന് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പാറുവേന്ന് ഒന്നെങ്കിൽ ഏട്ടൻ, അല്ലെന്നുണ്ടെങ്കിൽ പിള്ളേർ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ജോലി സമാധാനത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. അമ്മച്ചി പോയതുകൊണ്ട് തന്നെ എല്ലാ പണിയും നമ്മൾ തന്നെ ചെയ്യണം. അമ്മച്ചി വരുന്നതിന് മുമ്പും അങ്ങനെ തന്നെ ആയിരുന്നു. എങ്കിൽ പോലും അമ്മച്ചി പെട്ടെന്ന് പോയപ്പം ജോലികൾ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം അരിഞ്ഞ് പറക്കി എല്ലാം തരുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അടുപ്പിൻ്റെ അവിടെ നിന്ന് അങ്ങ് ചെയ്ത് റെഡിയാക്കി എടുത്താൽ മതിയായിരുന്നു. ഇപ്പം നമ്മൾ തന്നെ എല്ലാം ചെയ്യണ്ടേ. അതുകൊണ്ട് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണും. അത് കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മാറും കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചീനി പുഴുങ്ങാനുള്ളത് ഇട്ടിട്ട് അരി എടുത്തങ്ങ് അടുപ്പിൽ വെക്കണം കേട്ടോ. അപ്പം റൈസ് കുക്കറിൽ എടുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മാമി ഹോസ്പിറ്റലിലാണ്, അങ്ങനെ മെഡിക്കൽ കോളേജിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ തന്നെയാണ് കേട്ടോ. ഇതുവരെ മാറ്റമൊന്നുമില്ല. തലയ്ക്ക് ബ്ലീഡിങ് അതുപോലെ തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് 3 ദിവസം കഴിഞ്ഞാലും വിടത്തില്ല. അത് CT സ്കാൻ എടുത്ത് കുറവുണ്ടെങ്കിൽ മാത്രമേ വിടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അറിയാവുന്ന എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പം ഇടയ്ക്ക് എല്ലാ ദിവസവും നമ്മൾ വിളിക്കും കേട്ടോ. എല്ലാ ദിവസവും വിളിച്ച് മനുവിൻ്റെ അടുത്ത് കാര്യങ്ങൾ തിരക്കാറുണ്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് വിവരങ്ങൾ അറിയാൻ. ദൂരെ ആയതുകൊണ്ട് നമുക്ക് ഡെയിലി പോകാനും എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് വിളിച്ച് തിരക്കാറുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ബാക്കി കറികളെന്ന് വെച്ചാൽ ഞാൻ ഓർത്തു ക്യാബേജ് അങ്ങ് മെഴുക്കുവരട്ടി വെക്കാമെന്ന് കരുതി. ക്യാബേജ് മെഴുക്കുവരട്ടി വെക്കുന്നത് ഞാൻ കൊല്ലത്ത് വന്നിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്. നമ്മുടെ അവിടെ ഒന്നും മെഴുക്കുവരട്ടി വെക്കത്തില്ല, തോരൻ മാത്രമേ വെക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഇരുന്നിട്ട് ഞാൻ ഓർത്ത് ഇനി ഇരുന്നാലും അഴുക്കായിപ്പോൾ അങ്ങ് പിരങ്ങ് മെഴുക്കുവരട്ടി വെച്ചേക്കാം. അത് മൊത്തം അങ്ങ് എടുക്കുകയും ചെയ്യും കേട്ടോ. എനിക്ക് വേണ്ട, ഏട്ടന് മാത്രം മതി. അപ്പോൾ ചോറിനെക്കാട്ടി കൂടുതൽ ഈ മെഴുക്കുവരട്ടിയും തോരനും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ അത് മൊത്തം ഞാൻ എടുത്തിട്ടും ഉണ്ടായിരുന്നേ. വേഗം തന്നെ അതെല്ലാം അരിഞ്ഞു മാറ്റിയിട്ട് ഞാൻ അരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനുള്ള ചായ ഞാനാണെങ്കിൽ ഒഴിച്ചുകൊണ്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ നിന്നുകൊണ്ട് ചെമ്പിട്ട് അഭിനയിക്കല്ലേ, ഒരുപാട് കൂടുതൽ അഭിനയിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ചിരിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഏട്ടനോട് ഞാൻ പറഞ്ഞേട്ടാ ഇങ്ങോട്ട് വരട്ടാ, ചായ തരട്ടെ ഏട്ടാന്ന് പറയുമ്പോൾ പറഞ്ഞിട്ട് ഞാൻ ഷർട്ട് ഇട്ടിട്ടില്ല. ഞാൻ പറഞ്ഞ് കൂടുതൽ അഭിനയിക്കാതെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് അങ്ങനെ കൊടുത്തതാണ് കേട്ടോ. അതിനാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചിരിച്ചത് അവിടെ നിന്നുകൊണ്ട്. അങ്ങനെ ഏട്ടന് ചായയും കൊടുത്തിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ടേക്ക് വന്നു. മെഴുക്കുവരട്ടി അടുപ്പിലോട്ടൊക്കെ ആക്കാമെന്ന് കരുതിയേ. അവന്മാർ എഴുന്നേറ്റ് വന്ന ഏത് സമയത്താണ് പിന്നെ എൻ്റെ ജോലികളൊക്കെ നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. നല്ല സ്വഭാവമാണെന്നുണ്ടെങ്കിൽ എനിക്കെല്ലാം ചെയ്യാൻ സമ്മതിക്കും, TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കും. അപ്പം കരഞ്ഞുകൊണ്ടൊക്കെ എഴുന്നേറ്റ് വരുവാണെങ്കിൽ പിന്നെ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും. എൻ്റെ ചില വീഡിയോസിൻ്റെ അത് കാണാമല്ലോ, ശ്രീമോൻ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും. അങ്ങനെ അവനെ വെച്ചുകൊണ്ടായിരിക്കും ഞാൻ ബാക്കി ജോലികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മെഴുക്കുവരട്ടി വെക്കാനായിട്ട് ഞാൻ എണ്ണ എടുക്കാൻ നേരമാണ് എണ്ണ തീർന്നുള്ള കാര്യം കണ്ടത്.
എപ്പോഴും തീരുന്ന എടുത്തൊഴിക്കണമെന്ന് വിചാരിക്കുമെങ്കിലും പിന്നെ എന്ന് ഓർക്കും. ഇന്നിപ്പോൾ തീരെ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ ഞാൻ എടുത്ത് വെളിച്ചെണ്ണ ഇരിപ്പുണ്ടായിരുന്നത് ഗോൾഡ് വിന്നറായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ആ കവറിൽ നിന്നെല്ലാം അങ്ങ് ഞെക്കി പിഴിഞ്ഞെടുത്ത് ഒഴിക്കുവാണ് കേട്ടോ. അതിലങ്ങ് മെഴുക്കുവരട്ടി വെക്കാമെന്ന് ഓർത്തു. അങ്ങനെ കടുകൊക്കെ ഇട്ട് നമ്മൾ എന്നിട്ട് ഇതിൻ്റെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് പുരട്ടി അതങ്ങ് ആവിയിലിട്ടങ്ങ് വേവിക്കത്തുള്ളൂ കേട്ടോ. പച്ചമുളകാണ് ആദ്യം ഞാൻ പറക്കി ഇടുന്നത്. സവാളയും മാത്രമേ അരിഞ്ഞിട്ടുള്ളൂ. ഇത് മൂന്നും കൂടി ഇട്ട് അങ്ങ് ഇതാക്കും. പക്ഷേ ഇച്ചിരി ഇഞ്ചിയും കൂടെ ഇടണമായിരുന്നു, അത് മറന്നു പോയതാണ്. തോരൻ നമ്മൾ ഇഞ്ചി ഇടും, മെഴുക്കുവരട്ടിക്ക് ഇഞ്ചി ഇടുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ ക്യാബേജിൻ്റെ ആ ഒരു മണവും അതൊക്കെ അങ്ങ് മാറാൻ വേണ്ടി ഇച്ചിരി ഇഞ്ചി ഇട്ടാൽ നല്ല എന്ന് പറയാം. അതുകൊണ്ട് അത് ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു ഞാൻ. ഈ മെഴുക്കുവരട്ടി വെക്കുന്ന വീഡിയോ കണ്ടപ്പോഴോർത്ത് അയ്യോ ഞാൻ അത് ഇട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ എല്ലാം ഇളക്കി ഞാനാണെങ്കിൽ ഇതങ്ങ് പൊത്തി വെക്കുവാണേ. അങ്ങനെ ആ ഒരു പരിപാടി അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം എടുത്ത കുറച്ച് പാത്രങ്ങളുണ്ട്, അതെല്ലാം ഒന്ന് കഴുകി വെക്കണം. ആ വേസ്റ്റുകളെല്ലാം കൊണ്ട് വെളിയിൽ കളയും കേട്ടോ. അപ്പോൾ ഈ പാത്രം കഴുകലാണ് ഈ വീട്ടിൽ തീരാത്തത്. എന്തോ ചെയ്തിട്ട് കഴിഞ്ഞാലും പാത്രം കഴുകൽ ഊപ്പാട് വരും കേട്ടോ. നേരത്തെ അമ്മച്ചിയും കഴുകുമായിരുന്നു, അമ്മച്ചി ഉള്ളപ്പോൾ ഞാൻ അടുക്കള പരിപാടി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ പാചകമെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് അമ്മച്ചി പാത്രമെല്ലാം കഴുകി വെക്കുമായിരുന്നു. ഇപ്പം ഞാൻ ഓർത്ത് അത് അവിടെ ഇരുന്ന് വേവട്ടെ, ആ സമയം കൊണ്ട് ഇതങ്ങ് കഴുകി വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി ആയി കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും, അവനോട് എഴുന്നേറ്റ് വന്നു കഴിയുമ്പോൾ പാടായിരിക്കും. അതുകൊണ്ട് കഴുകി വെക്കാമെന്നും പറഞ്ഞ് കൈയോടെ എടുത്ത പാത്രങ്ങളെല്ലാം കഴുകി വെക്കുവാണ് കേട്ടോ. അപ്പോൾ വേസ്റ്റൊക്കെ അതിനകത്ത് വീണിട്ടുണ്ടായിരുന്നു ചെറുതൊക്കെ, അതെല്ലാം എടുത്ത് ഞാനാണെങ്കിൽ നമ്മുടെ വേസ്റ്റ് കളയാനുള്ളതിലോട്ട് അതിന് തട്ടിയിട്ട് ബാക്കി പാത്രങ്ങളെല്ലാം കഴുകി വേസ്റ്റ് കൊണ്ട് കൈയോടെ കഴുകാമെന്നും കളയാമെന്നും പറഞ്ഞ് ഇറങ്ങുവാണ് കേട്ടോ. കുറച്ച് വെള്ളിയൊക്കെ വീഴുന്നുണ്ട് കേട്ടോ സംസാരിക്കുമ്പോൾ, അതൊക്കെ അങ്ങ് ക്ഷമിച്ചേക്കണേ. അത് കഴിഞ്ഞ് നമ്മളാണെങ്കിൽ ഞാൻ ഇച്ചിരി കഞ്ഞി എടുക്കുവാണ്. പിള്ളേർക്ക് 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കഞ്ഞി കൊടുക്കാറുണ്ട് ഇപ്പോഴേ. കാശിക്കാണെങ്കിൽ കുറച്ച് ദിവസം കൊണ്ടേ ലീവാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച തൊട്ട് കാശിക്ക് ലീവാണ്. അപ്പം അവരുടെ സ്കൂളിൽ ആനുവൽ ഡേയുടെ ഓരോരോ ആർട്സ് ഡേ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ അവൻ ലീവൊക്കെ ആയിരുന്നു. കളറിംഗ് ഡേയുടെ എന്നൊക്കെ അവൻ പോയിട്ടുണ്ടായിരുന്നു. സ്പോർട്സ് ഡേയുടെ എന്നൊക്കെ കാശിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഇതിനൊന്നും അവൻ പങ്കെടുക്കാത്തതുകൊണ്ട് തന്നെ അവർക്ക് പോകണ്ടായിരുന്നു. ഇതൊക്കെ ചേർന്ന പിള്ളേർ മാത്രമേ ചെന്നിട്ടുണ്ടാവും, ചെന്നാൽ മതിയായിരുന്നേ. അതുകൊണ്ട് ലീവ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ ദിവസവും ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കഞ്ഞിയൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. വീട്ടിലിരിക്കുമ്പോഴെല്ലാം ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ അവർക്കുള്ള കഞ്ഞി എടുത്ത് വെച്ചതിന് ശേഷം അരി അടച്ചങ്ങിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി അവിടെ ഇരുന്നുകൊണ്ട് ആയിക്കൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അത് അടുക്കി പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടതിൻ്റെയാണ് ഇത്രയും നല്ല മഞ്ഞ കളർ കാണുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ചീനിയും വെന്തിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ആ ഒരു അടുപ്പിലോട്ട് തന്നെ നമ്മുടെ ചിക്കൻ വറുക്കാനായിട്ട് വെക്കുവാണ്. ചിക്കൻ കറി വെച്ചതായിരുന്നു, അതെടുത്തൊന്ന് വറുക്കാമെന്ന് കരുതി അടുപ്പിലോട്ട് വെച്ചാണ്. ഞാൻ ഇപ്പോൾ കീഴ്ത്ത പാത്രത്തിലോട്ട് നമ്മുടെ ചീനി വെന്തത് എടുത്തിട്ടുണ്ട്. ചീനി, കപ്പ, അങ്ങനെ എല്ലാവരും എല്ലാം പറയും, മരച്ചീനി എന്നൊക്കെ പറയും. ഞാൻ കൂടുതലും കപ്പയെന്നാണ് പറയാനുള്ളത്. വേവിക്കുന്ന സമയത്ത് ഞാൻ പറയും ചീനി എന്ന്, പുഴുങ്ങുന്ന സമയം കപ്പയെന്നും പറയുവേ. അപ്പോൾ ഇന്നലെ വെച്ചത് ചിക്കൻ കറിയാണ് നമ്മുടേത്. അപ്പോൾ എനിക്ക് മീൻ കറി വേണ്ടാത്തതുകൊണ്ട് തന്നെ ആ ചിക്കൻ എടുത്ത് ഞാൻ രാവിലെ അങ്ങ് വറുത്ത പോലെ എടുത്ത് അങ്ങ് വെക്കാമെന്ന് കരുതി. അതാകുമ്പോൾ ഉച്ചയ്ക്കോ രാവിലെയൊക്കെ കഴിക്കാമല്ലോ. ശ്രീമോനാണെങ്കിലും ചിക്കൻ എന്ന് പറയും, അവന് ചിക്കൻ ഇഷ്ടമാണ്. മീനെക്കാട്ടി കൂടുതൽ ഇഷ്ടം ചിക്കൻ തന്നെയാണ്. അപ്പോൾ മോര് കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ അരിയുവാണേ. വെളുത്തുള്ളി, ഇഞ്ചിയും കൊച്ചുള്ളിയും ഒക്കെ അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് എൻ്റെ കാശി എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് പേടിയാണ് മേളിലിരിക്കാനെന്ന്. അപ്പോൾ അവൻ ഉറക്കം എഴുന്നേറ്റിട്ടില്ല ശ്രീമോനെ. അപ്പോൾ അവൻ്റെ കൂടിയിരിക്കാൻ അവന് പേടിയാണ്, മേളിലോട്ട് വാന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അവൻ കരയുമ്പോൾ നമുക്ക് കയറിപ്പോവാം, മോനെ ഇവിടെ ഇരുന്നോ, കയറി പോകണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവനെ പറഞ്ഞ് വിട്ട് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ നമ്മുടെ മോരങ്ങ എല്ലാം അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, തൈര്. അങ്ങനെ അടിച്ചെടുത്തിട്ട് വന്നിട്ട് നമുക്ക് ഇനിയിപ്പം മെഴുക്കുവരട്ടി മാറ്റി ഇനി അതിനകത്തോട്ട് നമുക്ക് മോര് കറി വെക്കണം. ആ സമയം കൊണ്ട് തന്നെ ഏകദേശം നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് ചെറിയ തീയിലോട്ട് വെച്ചിട്ട് ഞാനാണെങ്കിൽ മോര് കറിക്കുള്ളതെല്ലാം അങ്ങ് എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്താൽ മതിയേ. അപ്പോഴത്തേക്ക് ആ പാത്രം കൊണ്ട് ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ തുമ്മിയതാണ് കേട്ടോ. കറിവേപ്പില എടുക്കാൻ മറന്നുപോയി, പോകാനുള്ള മടി കൊണ്ടാണ് കേട്ടോ. എനിക്ക് 2-3 കറിവേപ്പില ഉണ്ട് നമ്മുടെ മുറ്റത്ത്, എങ്കിലും അത് എടുക്കാൻ പോകാനുള്ള മടി കൊണ്ട് ഞാൻ കറിവേപ്പില അങ്ങനെ അധികം ഇടാറില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ വരുമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പിന്നെ ആർപ്പാടത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. അല്ലെങ്കിൽ പിന്നെ പച്ചക്കറി കടയിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പം കിട്ടുമല്ലോ, അപ്പോൾ പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുന്ന സാധനമാണല്ലോ. അതുപോലെ ഞാൻ പത്തനംതിട്ട പോയിട്ട് വരുമ്പോഴും കുറച്ച് കറിവേപ്പിലൊക്കെ കൊണ്ടുവരുമായിരുന്നു. ഈ വട്ടം പോയപ്പോൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല കേട്ടോ. ആ കൊണ്ടുവരുന്നത് ഞാനാണെങ്കിൽ ടിന്നിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കും, ഒരു കുഴപ്പം പറ്റാതിരിക്കും കേട്ടോ. തീരുന്ന വരെ ഞാൻ ഉപയോഗിക്കുകയും ചെയ്യും. ഈ വട്ടം കൊണ്ടുവന്നത് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ പോയി പറിച്ചതും ഇല്ല കേട്ടോ. അങ്ങനെ വരുന്ന അവിടെ മോരുകറി അങ്ങ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അതെല്ലാം മൂത്ത് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ അത് മൂപ്പിച്ച് അതിനകത്തോട്ട് തൈരം ഒഴിക്കുകയാണ് ചെയ്തത്. കടുക് വറുത്ത കൂട്ടത്തിൽ ഇച്ചിരി ജീരകം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് മീനിൻ്റെ സൗണ്ട് കേട്ടോണ്ട് ഞാൻ പറഞ്ഞു, ഏട്ടാ നിർത്താൻ പറയാം, എന്ത് മീനാണെന്ന് ചോദിക്കാനെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേ അപ്പുറത്ത് നിർത്തിയതാണ്. നമ്മളിങ്ങനെ ഈ വഴിയെ വരുന്നവരുടെ ഇന്ന് വാങ്ങിക്കുന്നതല്ല. ഇന്നിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഏട്ടന് പോകാനും സമയമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എങ്കിൽ അങ്ങ് വാങ്ങിക്കും, ഇപ്പോൾ കൈയോടങ്ങ് ജോലി ഒതുങ്ങുമല്ലോ.
അങ്ങനെ കിട്ടിയത് ചാള അയിലയായിരുന്നു കേട്ടോ. ചാളയാണെങ്കിൽ 100 രൂപയ്ക്ക് 8 ചാള ഉള്ളായിരുന്നു. ഞാൻ പറഞ്ഞു എങ്കിലും ഉള്ളത് മതിയെന്നും പറയും. എന്തോ ആയാലും ഞാൻ ചാള അയിലയും വാങ്ങിച്ച് എല്ലാം ഞാനങ്ങ് വെട്ടി വെക്കാമെന്ന് കരുതി കേട്ടോ. നമ്മുടെ ചാള കറി വെച്ചിട്ട് അയില വറക്കാമെന്ന് കരുതി. ഇന്ന് വറക്കുന്നില്ല, നാളത്തേക്ക് വറക്കാമെന്ന് കരുതി. എല്ലാ മീനും കൂടെ വേണ്ടല്ലോ. ഇച്ചിരി മീൻകറി ഇന്നലത്തെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാനാണെങ്കിൽ ഈ ചാള മാത്രം കറി വെക്കാമെന്ന് കരുതി ഞാനെല്ലാം വൃത്തിയായിക്കൊണ്ട് നിൽക്കുവാണ്. ഇത് വൃത്തിയായിക്കൊണ്ട് നിന്നപ്പോഴത്തേക്ക് മുകളിൽ നിന്ന് അമ്മയെന്നൊരു വിളി കേട്ടിട്ടുണ്ടായിരുന്നു. ഏട്ടൻ അപ്പോഴത്തേക്ക് മുകളിൽ കയറി പോയിട്ടുണ്ട്. അങ്ങനെ ശ്രീമോനെ കാശിയുടെ കൂടെ താഴോട്ട് ഇറക്കി വിട്ടു. അപ്പം വന്ന വരവാണ് എൻ്റെ അടുത്ത് വന്ന് നിന്ന് കഥകളൊക്കെ പറയുവാണേ. എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാനുള്ള പ്ലാനിൽ നിൽക്കുകയാണ്. ഞാനപ്പോൾ സോപ്പിട്ട് പറഞ്ഞു വിടുവാണ്, മോൻ പോയി TV കാണാൻ, അമ്മ വരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കൈയൊക്കെ ആട്ടി പോകുന്നുണ്ടായിരുന്നേ. അവൻ പോയി അവിടെ ഇരുന്ന് കഴിയുമ്പോൾ ഞാൻ ബാക്കി വെട്ടാനുള്ള 2-3 അയിലയും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനങ്ങ് വെട്ടി വെക്കുവാണ് കേട്ടോ. അത് അരപ്പ് വരട്ടി അങ്ങ് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാളെ എടുക്കാമല്ലോ, ഇന്നത്തേക്ക് വേണ്ടല്ലോ. അങ്ങനെയൊക്കെ ഇച്ചിരി പരലുപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ലതായിട്ട് തേച്ച് ഉരയ്ക്കുവാന്നേ. ആ സമയത്തേക്ക് ശ്രീമോൻ ഒന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് എന്തോ ഒന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനെ സോപ്പിട്ട് വിടുകയെന്ന് വെച്ചാൽ കരഞ്ഞു പോയാൽ തീർന്നു. അവൻ കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുക്കാതെ അവൻ ഒരു രക്ഷയില്ല, അവൻ്റെ കരച്ചിൽ മാറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ അവനെ പറഞ്ഞ് അങ്ങോട്ട് വിട്ടിട്ട് ഞാൻ ബാക്കിയെല്ലാം അങ്ങ് റെഡിയാക്കി വെക്കുവാണ് കേട്ടോ. പരലുപ്പിട്ട് നല്ലതായിട്ട് തേച്ചൊരച്ച് ഞാൻ കഴുകിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 3-4 വെള്ളത്തിലും കൂടെ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും മീൻ്റെ അഴുക്കെല്ലാം പോയി. ഇനി ഇത് സെപ്പറേറ്റ് ആക്കി വെക്കണം കേട്ടോ. അയല വേറെ ചാള വേറെ മാറ്റി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് കഴുകി എടുക്കുവാണ് കേട്ടോ. എത്ര കഴുകിയാലും ഞാൻ കഴിക്കത്തില്ലെങ്കിൽ പോലും എനിക്ക് അതിൻ്റെ ആ ഒരു മണം മാറുന്നത് വരെ ഞാനിങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുവേ. അങ്ങനെ നമുക്ക് വറക്കാനുള്ള അയലയിൽ ഞാൻ വരഞ്ഞു വെക്കുവാണ് കേട്ടോ. അതൊരു 5-6 അയലേ ഉള്ളായിരുന്നു. അത് ഞാനങ്ങ് വരഞ്ഞു വെച്ചു. അത് 50 രൂപയുടെ അയലയായിരുന്നേ. 150 രൂപയ്ക്കേ ഞാൻ മീൻ വാങ്ങിച്ചുള്ളൂ. ഇവിടുന്ന് കൊണ്ടുവരുന്നതല്ലേ, നമ്മൾ സാധാരണ വെട്ടിയ മീനാണല്ലോ വാങ്ങിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ജോലി ഒതുക്കാൻ വേണ്ടിയിട്ട് അന്ന് രാവിലെ തന്നെ അങ്ങ് വാങ്ങിച്ചതായിരുന്നേ. അപ്പോൾ നമ്മൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് അതിനകത്തിലോട്ട് ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിട്ട് ഞാൻ നല്ലതായിട്ട് അങ്ങ് മീനിലോട്ട് പിടിപ്പിച്ച് വെക്കുവാണേ. ഈ മീനൂടെ വറക്കണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് ഉച്ചയ്ക്ക് ഒരു നേരം ചോറ് കഴിക്കുന്നതിന് എന്തിനാണ് ഈ മീനെല്ലാം കൂടെ വെക്കുന്നത്. കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി നമുക്ക് എന്ത് കാപ്പി ഉണ്ടാക്കിയാലും അതിൻ്റെ കൂടെ ഏട്ടൻ കഴിച്ചോളുവേ. അതുകൊണ്ട് പിന്നെ ആ മീൻ അങ്ങ് ടിന്നിലാക്കി ഞാൻ വെച്ചത് തന്നെ എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പിന്നെ നമ്മുടെ പരിഞ്ഞിലും എല്ലാം കഴുകി മീനും എല്ലാം കഴുകി ഞാൻ കട്ട് ചെയ്ത് എല്ലാം ഞാൻ ആ പാത്രത്തിലോട്ട് തന്നെ എടുത്ത് വെച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം റെഡി ആക്കുവാണെങ്കിൽ നമ്മുടെ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ളത്. ഇത് മൊത്തം അങ്ങ് കുറേശ്ശെ അങ്ങ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് കുറച്ച് എടുക്കാം എന്നെല്ലാം ചിന്തിക്കുമെങ്കിലും മടി കാരണം ചെയ്യത്തില്ല കേട്ടോ. സമയമാകുമ്പോഴത്തേക്ക് എല്ലാം അരിഞ്ഞെടുക്കും. ഇനി ഞാനിത് ചതച്ചെടുക്കും കേട്ടോ. അതുകൊണ്ടാണ് വലുതായിട്ട് അരിഞ്ഞ് വെച്ചത്, അല്ലെങ്കിൽ കൊത്തി അരിയുവാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ശ്രീമോൻ വയലൻ്റ് ആവുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ വേഗം തന്നെ ഞാൻ എല്ലാം വലിയ രീതിയിലായിട്ട് അരിഞ്ഞിട്ട് ഇനി അതങ്ങ് ചതച്ചെടുക്കാമെന്ന് കരുതി നമ്മുടെ മീൻ ചട്ടി കൊണ്ട് നമ്മൾ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴേ ഞാൻ ഇടികല്ലിലോട്ടിട്ട് ഇടിച്ചെടുക്കുവാണ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചട്ടി ചൂടായിട്ട് വരത്തുള്ളൂ. കഴുകി വെച്ചേക്കുന്ന ചട്ടിയും കൂടെ അല്ലേ. അപ്പോൾ വെള്ളമൊക്കെ മാറി നല്ലതായിട്ട് ചൂടായി വന്നതിന് ശേഷം വേണം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 8 ചാളയല്ലേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ കുറച്ച് മതിയല്ലോ, പറ്റിച്ചെടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ നമ്മളിട്ട സാധനങ്ങളെല്ലാം മൂത്ത് വന്നപ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും എല്ലാം മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിനകത്തിലോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ലതായിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കുകയാണ്. അതിനകത്തിലോട്ട് നമ്മൾ വടക്കംപുളി കഴുകി വെച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ട്. അതുകൂടി ഇട്ട് കഴിഞ്ഞ് നല്ലതായിട്ട് തിളച്ച് വന്നതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ മീൻ ഇടുന്നത്. അപ്പോൾ ആ അരപ്പ് തിളയ്ക്കാൻ വെച്ച സമയം കൊണ്ട് ബാക്കി പാത്രങ്ങൾ കഴുകാൻ ഞാൻ ഓടി വന്നു കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ പാത്രങ്ങൾ കഴുകി തീരത്തില്ല. നമ്മൾ എന്തോ എടുക്കാൻ തുടങ്ങിയാലും അന്നേരം എല്ലാം പാത്രങ്ങൾ കഴുകാൻ കാണും. ആ ഇൻഡക്ഷൻ കുക്കറിൽ ഇരിക്കുന്നത് ശ്രീമോനുള്ള പാലാണ് കേട്ടോ. അവൻ ഉണർന്ന് വന്നെങ്കിൽ അവന് സമാധാനത്തിൽ ബിസ്ക്കറ്റും ഒക്കെ ആയിട്ട് കൊടുത്താലേ രാവിലെ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എടുത്ത് കൊടുത്തില്ല. തന്നെ കഴിക്കാൻ പറഞ്ഞാൽ അത് അവിടെ മൊത്തം ആക്കത്തതേ ഉള്ളൂ, ഒന്നും വയറ്റിലോട്ട് പോകത്തില്ലേ. അതുകൊണ്ട് ഞാനാണെങ്കിൽ പാതകമെല്ലാം അങ്ങ് തേച്ച് കഴുകി ഇടുവാണ്. നമ്മൾ മീൻ അവിടെ നിന്ന് വെട്ടിയതല്ലേ, മുറ്റത്ത് പോയിരുന്ന് വെട്ടാൻ പറ്റത്തില്ല. കാക്കയും പൂച്ചയും എല്ലാം കൂടെ വന്ന് ഭയങ്കര ശല്യമാണ്. എനിക്ക് ഇരുന്നും കുനിഞ്ഞും ഒന്നും ഇരുന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ നിന്നാണ് മീൻ വെട്ടുന്നത്. പക്ഷെ നല്ലതായിട്ട് അങ്ങ് കഴുകിയിട്ടാൽ മതി, ഒരു കുഴപ്പമില്ല, സ്മെല്ലും കാര്യങ്ങളും ഒന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ലോഷനൊക്കെ ഒഴിച്ച് ഞാനാണെങ്കിൽ എല്ലാം അങ്ങ് ക്ലീൻ ആക്കി ഇടുവാണേ. അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനെയുള്ള ക്ലീനിങ് വ്ളോഗ്, കുക്കിംഗ് വ്ളോഗ്, ഡെയിലി വ്ളോഗ് അങ്ങനെയൊക്കെ കാണാനാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കൂടുതൽ ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ ഈ ട്രാവലിംഗ് വ്ളോഗോ അല്ലെങ്കിൽ ഷോപ്പിംഗ് വ്ളോഗിനോ ഒക്കെ ആയിട്ടുള്ളൊക്കെ ഒരുപാട് ആൾക്കാർ എൻ്റെ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ കഴിവതും ഇനി ഒരു ആഴ്ചയിൽ 2 ഡെയിലി വ്ളോഗൊക്കെ ഇടാമെന്ന് കരുതിയിരിക്കുവാണ്. ഡെയിലി വ്ളോഗ് എന്ന് വെച്ചാൽ ലോങ് വീഡിയോ അങ്ങനെയുള്ളത് ഇടാമെന്ന് വിചാരിച്ചിരിക്കുവാണ് ഞാൻ. അപ്പം സാഹചര്യങ്ങൾ ഒത്തു വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇടുന്നതിൽ കുഴപ്പമില്ല. പിന്നെ എനിക്ക് സുഖമൊന്നും ഇല്ലായിരുന്നു, നടുവിനൊക്കെ വേദനയായിട്ടൊക്കെ ഹോസ്പിറ്റലിലൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഒരു ഷോർട്സ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ആ ഷോർട്സ് ഇട്ടില്ല ഇതുവരെ. അപ്പം മുറ്റം ഒന്ന് വൃത്തിയാക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഞാനന്ന് വീഡിയോ ഒന്നും എടുത്തില്ല. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മുറ്റം വൃത്തിയാക്കാൻ
വൃത്തിയാക്കാൻ ഇറങ്ങിയതുമല്ല. ഞാൻ പത്തനംതിട്ട പോയിട്ട് തിരിച്ച് വന്നപ്പം കുറച്ച് ചെടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെടി നടാനായിട്ട് മുറ്റത്ത് ഇറങ്ങി ചെടി നട്ടിട്ട് കുറച്ച് പോച്ച നിന്നതൊക്കെ ഞാനൊന്ന് ചെത്തിയതാണ്. ചെത്തിയപ്പോഴത്തേക്ക് ഉളുക്കി പിടിച്ച് എന്തോ ആണ് സംഭവം. അങ്ങനെ നടുവിന് ഭയങ്കര വേദനയായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി ഇഞ്ചക്ഷനും ഒക്കെ എടുത്ത് മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ ഈ വീഡിയോ എടുക്കാനായിട്ടൊക്കെ ഞാൻ നിന്നത് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഇടുന്നതിന് മുമ്പ് ഈ വീഡിയോ വരുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. എങ്കിലും ഞാൻ ഓർത്തു ലോങ് വീഡിയോ ഇടാം, പിന്നെ അത് ഷോർട്സ് ആയിട്ട് അങ്ങ് ഇട്ടോളാമെന്ന് കരുതി. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഇനി കഴിവതും എൻ്റെ ക്ലീനിങ് വ്ലോഗൊക്കെ ആയിട്ട് ഇടാൻ ശ്രമിക്കാം. ഇനി നമ്മുടെ ഓണമൊക്കെ വരുമല്ലേ, ഇനി ഇപ്പോൾ ഡീപ്പ് ക്ലീനിങ് ഒക്കെ മുകളിലും താഴെയൊക്കെ ആയിട്ട് ഇനി ഒരുപാട് വരും. അപ്പോൾ അതിൻ്റെയൊക്കെ സമയമാണ് ഇനി. അപ്പോൾ അപ്പോഴത്തേക്ക് കാശിയുടെ ശ്രീമോൻ്റെയും ബൂസ്റ്റ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബൂസ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഡൈനിങ് ടേബിളിൽ വെച്ചപ്പോഴത്തേക്ക് ശ്രീമോൻ കയറി എൻ്റെ മുകളിൽ അങ്ങ് നിന്നിട്ടുണ്ട്. ഏട്ടൻ കഴിക്കാതെ പോകാൻ തുടങ്ങിയതായിരുന്നു. അപ്പം ചീനിയാന്നുള്ളത് ഏട്ടൻ അറിഞ്ഞതുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഏട്ടൻ കഴിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ മീൻകറി എടുത്തുകൊണ്ട് കൊടുത്ത് ഏട്ടൻ കഴിച്ചുകൊണ്ട് നിൽക്കണം. അപ്പം ചായയും ബിസ്ക്കറ്റും കൊടുത്ത ശ്രീമോൻ ഇപ്പം മീൻകറി വേണം. മീൻ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ ഏട്ടൻ ചോദിക്കുന്നത് എന്തോ വേണ്ടെന്ന് ചോദിച്ചിട്ട് എന്തുമായാലും ഇച്ചിരി മീൻ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഏട്ടൻ എടുത്തതിൽ നിന്ന് വേണ്ട, ഏട്ടൻ എടുക്കാത്ത മീൻ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹളം. ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് അന്നേരം അത് നടക്കണം. അവൻ ആ ഉദ്ദേശിക്കുന്ന തന്നെ നടക്കണം. നമ്മൾ വേറെ എന്തൊക്കെ കാണിച്ച് അവനെ മയക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ അച്ഛനെയും മോനെയും കൂടെ അവിടെ ഇരുത്തി ശ്രീമോനോടെ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മുടി അങ്ങ് അഴിഞ്ഞു പോയപ്പോൾ ഞാൻ ഓർത്തെങ്കിൽ അങ്ങ് അഴിച്ചിടാം, ഉണങ്ങണമല്ലോ. അപ്പോൾ രാവിലെ കെട്ടി വെച്ചതല്ലേ. ഇപ്പോൾ പാചകങ്ങളെല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി മുടി അഴിച്ചിടുന്നതുകൊണ്ട് പ്രശ്നമില്ല. എനിക്ക് അടുക്കളയിൽ മുടി അഴിച്ചിട്ടുകൊണ്ട് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമേ ഉള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കെട്ടി തന്നെ ഇത്രയും നേരം വെച്ചിരുന്നത്. അങ്ങനെ ഞാൻ ചുമ്മാ കുറച്ച് മുടി എടുത്ത് കുളിപ്പിന്നൽ പോലെ ക്ലിപ്പ് ചെയ്തിടുവാണേ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്കിനിയും ബാക്കി ജോലികളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് വീട്ടിൽ ഇനി എന്തൊക്കെ പണികൾ കിടക്കുന്നു. ഇനി തൂത്ത് വാരണം, തുണി കഴുകാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എഴുന്നേറ്റപ്പോഴേ ഞാൻ ഇട്ടതാണ്. ഏട്ടൻ പോകുന്നതിന് മുമ്പ് എനിക്ക് വിരിക്കാൻ പറ്റുമെങ്കിൽ വിരിക്കാമെന്ന് കരുതിയാണ് ഇട്ടത്. അല്ലെന്നുണ്ടെങ്കിൽ പിള്ളേരെ തന്നെ ഇരുത്തിക്കിട്ട് കയറി പോകണ്ടേ. അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനി ഇവരെയൊക്കെ ഒന്ന് മയപ്പെടുത്തി ഇരുത്തിയിട്ട് വേണം അതൊക്കെ വിരിക്കാനായിട്ട് കയറി പോകാനേ. അങ്ങനെ ഞാനാണെങ്കിൽ ശ്രീമോന് ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാശി പല്ല് തേച്ചുകൊണ്ട് നിൽക്കുന്നതേ ഉള്ളേ. അവനോട് ഞാൻ പറഞ്ഞു ബിസ്ക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ പല്ല് തേച്ചിട്ട് വന്നാലേ തരത്തുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ ചിണുങ്ങിക്കൊണ്ട് നിന്ന് പല്ല് തേക്കുവാണ്. സ്കൂളിൽ പോകാത്തതുകൊണ്ട് തന്നെ എല്ലാത്തിനും അങ്ങ് മടിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേന് കുഞ്ഞെ പോയി അവിടെ ഒരു പീരീഡ് കഴിയും, ആ സമയമാവും. അതുകൊണ്ട് ഡ്രസ്സ് പോലും മാറിയിട്ടില്ല. അവൻ ആ ഇട്ടിരിക്കുന്ന ജോക്കി മാത്രം ഇട്ടുകൊണ്ട് നടക്കും. ഞാൻ പറഞ്ഞു വീഡിയോയിലെല്ലാം കാണാം, കാശിയുടെ ഫ്രണ്ട്സ് എല്ലാം ഇത് കാണുമെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് എന്തുമായാലും ഒരു നിക്കറെടുത്ത് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ തൂക്കാനായിട്ട് അങ്ങ് ഇറങ്ങി. തൂത്തും വാരിയിട്ട് ഇനി ശ്രീമോനെ കുളിപ്പിക്കണം. ശ്രീമോനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ശ്രീമോന് വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കും. കുളിപ്പിക്കുന്ന കാര്യം നല്ല മൂശായിട്ടായിരിക്കും. നമ്മളെ വിളിച്ചുകൊണ്ട് പോകും കുളിക്കണമെന്നൊക്കെ. അവൻ്റെ സമയമാകുമ്പോഴത്തേക്ക് അവൻ കുളിക്കും കേട്ടോ. കാശിയുടെ കൂട്ടല്ല, കാശിയുടെ അടുത്ത് നമ്മൾ പറഞ്ഞു കുഴയും. ശ്രീമോൻ അങ്ങനെയല്ല, അവന് കുളിക്കണമെന്ന് തോന്നി അവൻ കുളിക്കും, ബാത്റൂമിൽ പോകണമെന്ന് തോന്നി അങ്ങനെ പോവും. അങ്ങനെ ശ്രീമോനെല്ലാം കൊണ്ട് നമുക്കൊരു ശല്യമില്ല. അവൻ എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് ചെയ്യുവേ. അങ്ങനെ ഞാൻ ഫാനെല്ലാം ഓഫ് ചെയ്തിട്ട് ഞാൻ തൂക്കുവാണ് കേട്ടോ. അപ്പോഴാണ് കാശി അവിടെ പാലും ബിസ്ക്കറ്റും എടുത്തത് കഴിക്കാനായിട്ട്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ പാലും ബിസ്ക്കറ്റും കഴിഞ്ഞ് പിന്നെ ഒരു 11 മണി 10 മണി 10:30 സമയം ആകുമ്പോഴത്തേക്ക് കഞ്ഞി കൊടുക്കും കേട്ടോ. അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഈ സമയത്ത് ബിസ്ക്കറ്റൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാനാണെങ്കിൽ ആ ബുക്ക് എടുക്കാൻ പറഞ്ഞതിന് ശ്രീമോൻ കാല് വെച്ചെടുക്കുന്നു. കുഞ്ഞല്ലേ, അവൻ അറിയത്തില്ലല്ലോ. അപ്പം ഞാൻ തൊഴുതിട്ട് ഞാൻ പറഞ്ഞു തമ്പായി അങ്ങനെ ചെയ്യരുതെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. എവിടെ കേട്ടോ എങ്ങനെ മനസ്സിലായെന്നൊന്നും എനിക്കറിയാൻ വയ്യ. എന്തായാലും ഞാൻ പറഞ്ഞു കൊടുക്കാനുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഞാനാണെങ്കിൽ തൂത്ത് വാരുവാണേ. അപ്പം സ്നാക്സ് കഴിക്കുന്നതിൻ്റെ എല്ലാം അവിടെ ഇവിടെ എല്ലാം ഇടും. രാത്രി സമയത്ത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സ്നാക്സ് കഴിക്കും. അതെല്ലാം അവിടെ ഇട്ടേക്കുന്നതാണ് ഞാൻ വാരിക്കൊണ്ട് വെളിയിൽ കളഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മുടെ ഓരോരോ സെക്ഷനായിട്ട് ഞാൻ തൂത്ത് കൂട്ടിക്കൊണ്ടും വാരിക്കൊണ്ടും ഇരിക്കുവാണ്. നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടുത്തെ മാറ്റാണ് എടുത്ത് കുടഞ്ഞത്. അത് കുടഞ്ഞിട്ടിട്ട് ഞാനാണെങ്കിൽ തൂത്തുകൊണ്ടിരിക്കുവാണ്. ശ്രീമോനാണെങ്കിൽ വലിയ കുഴപ്പമില്ല, ഇപ്പം കറങ്ങി നടക്കുന്നു. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോകും. അവൻ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ജോലികളൊക്കെ ഒതുക്കിയോ അമ്മേനെ കുളിപ്പിക്കാൻ സമയമായോ എന്നൊക്കെ അവൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറയും കുളിക്കാൻ പോവാമെന്ന്. നമ്മുടെ ആണെങ്കിൽ ഹാളിലെയും സിറ്റൗട്ടിലെയും ഒന്ന് മാറ്റി ഞാൻ എടുത്ത് കുടയാഞ്ഞത് തലേന്ന് രാത്രി നല്ല എല്ലാ ദിവസവും വൈകിട്ട് നമ്മൾ തൂക്കുന്ന സമയത്താണ് ഈ മാറ്റെല്ലാം കുടഞ്ഞു വിരിച്ചിട്ട് തൂക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം രാവിലെ ആകുമ്പോഴത്തേക്ക് അപ്പോൾ അത്രയും മണ്ണ് കാണത്തില്ല. അപ്പോൾ ഇപ്പം നമ്മൾ തൂത്താലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മണ്ണാവും, രാവിലെ കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ. അപ്പം അത് വൈകുന്നേരമാണ് അത് കുടഞ്ഞ് ഞാൻ തൂക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കുടഞ്ഞ് തൂക്കാഞ്ഞത്. അങ്ങനെ നമ്മൾ റൂമിലോട്ട് വന്നപ്പോഴത്തേക്ക് ചേട്ടനും അനിയനും തന്നെത്താനെ ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ കോശമാണ് അവിടെ കണ്ടത് കേട്ടോ. ആ ബാസ്ക്കറ്റിൻ്റെ അടപ്പെല്ലാം എടുത്ത് മുകളിലെല്ലാം വെക്കും. അവർക്ക് തോന്നുന്ന പോലെയാണ് അവർ വെക്കുന്നത്. ഒരെണ്ണം കണ്ടില്ലെങ്കിൽ ആ തുണി മൊത്തം ആ കട്ടിൽ കുടഞ്ഞിടുകയും ചെയ്യുന്നിട്ടാണ് അതിൽ നിന്ന് ഒരു ഡ്രസ്സ് എടുക്കുന്നത്. ഇതെല്ലാം അവർക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സാണ്. പക്ഷേ അവർ ഉദ്ദേശിക്കുന്ന ഡ്രസ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാം കുടഞ്ഞിടണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ശ്രീമോനാണെങ്കിലും തന്നെ പോയി അവൻ്റെ ഡ്രസ്സുകൾ എടുക്കും. 2 ബാസ്ക്കറ്റ് വെച്ചേക്കുന്നത് കൊണ്ട് അവനറിയാം.
അപ്പോൾ കാശിയോട് ചോദിച്ചാൽ കാശി പറയും ഞാൻ കണ്ടില്ല എന്ന് പറയും. പക്ഷെ ആ പറഞ്ഞ സാധനം 2 എണ്ണം ശ്രീമോൻ എടുത്തുകൊണ്ട് വരും. അങ്ങനെയാണ് ശ്രീമോൻ്റെ കാര്യം. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ജോലി ഏകദേശമൊക്കെ ഇപ്പോൾ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ശ്രീമോനെ കുളിപ്പിക്കാൻ വേണ്ടി പോവാണേ. അപ്പം ഞാൻ വിളിക്കാൻ ചെന്നു. അപ്പം വിളിക്കാൻ ചെന്നപ്പോഴത്തേക്ക് വന്നില്ല. അപ്പം കയ്യിലൊരു കാൽക്കുലേറ്റർ ഇരിപ്പുണ്ടായിരുന്നു, അതെൻ്റെ കയ്യിലെങ്കിൽ തന്നതാണ് കേട്ടോ. അപ്പം തലയിടിച്ച് എൻ്റെ അടുത്ത് പറയുകയാണ്. എന്നിട്ട് തന്നെ റൂമിലോട്ട് കയറി പോവാണേ കുളിക്കാനായിട്ട്. അങ്ങനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ പൗഡറും ഒക്കെ ഇട്ട് ഞങ്ങൾ വന്ന ഉടനെ കൈ ഞൊണ്ടിയത് കണ്ടോ, മുടി ചീകി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ എല്ലാ കാര്യങ്ങളും അറിയാം. കുളിച്ച് കഴിഞ്ഞാൽ ഉടനെ പൗഡർ ഇടണം, പൗഡർ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ മുടി ചീവണം. അതിന് മുടിയും ചീവി കഴിഞ്ഞ് സുന്ദരനായിട്ട് ഇന്ന് കുറച്ച് സമയം TV ഒക്കെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ കഞ്ഞി എടുത്തിട്ടൊന്ന് 2 പേർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം ശ്രീമോൻ തന്നെത്താനെയൊക്കെ ഒന്ന് കോരി കുടിക്കുന്ന കാണിച്ചു. പിന്നെ ഞാനാണ് കോരി കൊടുത്തത്. ഞാൻ കോരി കൊടുത്തു കഴിഞ്ഞ് മൊത്തം കുടിപ്പിച്ചതിന് ശേഷമാണ് 2 പേരെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ മുകളിലോട്ട് കയറിപ്പോയി തുണി വിരിക്കാനായിട്ട്. അപ്പം വാഷിംഗ് മെഷീനിൽ തുണി ഓഫായിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ടായിരുന്നു. വാഷിംഗ് മെഷീൻ ഓഫ് ആക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ വന്നിട്ടാണ് ഓഫ് ആക്കിയത്. എന്നിട്ട് നമ്മൾ തുണി എടുക്കുവാണ് മുകളിൽ കൊണ്ട് വിരിക്കാനായിട്ട്. അപ്പം ഞാനാണെങ്കിൽ നമ്മൾ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് വന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചാണ് കേട്ടോ വീഡിയോ എടുത്തത്. എപ്പോഴും എടുത്തുകൊണ്ട് കയറാനും ഇറങ്ങാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ സ്റ്റാൻഡ് എടുക്കാതാണ് കയറി വന്നത്. അങ്ങനെ നമ്മൾ മുകളിലെത്തി. മുകളിൽ കൊണ്ട് ഞാൻ ടെറസ് തുണി വിരിക്കുവാണ്. അവിടെ നമ്മൾ വിരിച്ചിട്ടിരുന്ന കുറേ തുണികളുണ്ടായിരുന്നു, അതെല്ലാം ഇനി മടക്കി വെക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ആദ്യമേ ഇങ്ങനെ ഊരിയെടുക്കുവാണ്. അപ്പോൾ ഈ ഭയങ്കര കാറ്റാണ്. നമ്മൾ എത്ര ക്ലിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും തിരിഞ്ഞു മറിഞ്ഞും എല്ലാം തുണി പോവും. ചില തുണികളൊക്കെ ആണെങ്കിൽ വെയിറ്റ് ഉള്ളതൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് ക്ലിപ്പിൽ നിന്ന് ഊരിപ്പോവും. അങ്ങനെയൊക്കെ പറ്റുവേ. അതുപോലെ തന്നെ കാക്ക ശല്യവും ഭയങ്കരമാണ്. കാക്ക വന്ന് ഇതിൻ്റെ ഡ്രസ്സിൻ്റെ മണ്ടയിലൊക്കെ വന്നിരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അതിൻ്റെ അഴുക്ക് മൊത്തം ഡ്രസ്സിലാവും. പിന്നെ എനിക്കത് ഇരട്ടി പണിയാവും. അപ്പം ഞാൻ ഈ സൈഡിൽ നെറ്റ് അടിക്കുന്ന കാര്യം ഏട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏട്ടൻ നെറ്റ് എന്തുവായാലും ചെയ്യേണ്ട. ഏട്ടൻ്റെ ഷർട്ടയിലൊക്കെയാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഷർട്ടയിലൊക്കെ വന്നിരുന്ന് കഴിയുമ്പോൾ കറയായി കഴിഞ്ഞാൽ പിന്നെ പോത്തില്ല. നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ തുണി ഇതിൻ്റെ മുകളിൽ നിന്ന് എടുക്കത്തുള്ളൂ കേട്ടോ. അതുവരെ നമ്മൾ ചിലപ്പോൾ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് തണുപ്പടിച്ച് കിടക്കുമല്ലേ, വെയിലൊക്കെ വന്ന് ഇച്ചിരി ചൂടായതിന് ശേഷം എടുത്താൽ മതിയെന്നും പറഞ്ഞ് ഇട്ടേക്കുന്നതാണ്. അപ്പോഴത്തേക്ക് ഇങ്ങനെ പ്രശ്നമാവും. കറയാണെങ്കിൽ പോത്തതുമില്ല. നമ്മൾ എത്ര വരച്ചാലും അങ്ങനെ എത്രയോ ഷർട്ട് ഏട്ടൻ്റെ ഇപ്പം പോയെന്നറിയാമോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയാട്ടെ, ഇനിയിപ്പോൾ എന്തായാലും ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ ഇനി ഏട്ടന് സമയമുള്ളതുപോലെ ഒരു ദിവസം എന്തായാലും നെറ്റ് വാങ്ങിച്ച് നമുക്കത് അടിക്കണം കേട്ടോ. അത് ഞാൻ തുണിയെല്ലാം തമ്മിൽ ഉണങ്ങിയതെല്ലാം പറക്കിക്കൊണ്ട് മുകളിൽ വന്നു. ഈ ഒരു അവസ്ഥയാണ്. എല്ലാം ഞാൻ കൊണ്ട് കട്ടിലിലോട്ട് കുടഞ്ഞിട്ട് ഇനി മടക്കി വെക്കാനായിട്ടാണ്. അങ്ങനെ മടക്കി വെച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ചേട്ടനും അനിയനും കൂടെ കതക് തുറക്കുന്ന സൗണ്ട് എന്തോ കേട്ടിട്ട് മുകളിലോട്ട് കയറി വരാനുള്ള പ്ലാനാണ് കേട്ടോ. വിളിക്കുന്നുണ്ട്, അമ്മയെന്ന് വിളിച്ചുകൊണ്ടാണ് കയറി വരുന്നത്. ഞാൻ പറഞ്ഞു കയറിപ്പോരും, ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കാനായിട്ട് പോയതാണ് കേട്ടോ. പിന്നെ അവർ വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ അവരെ അവിടെ റൂമിലിരുത്തിയിട്ട് ഞാൻ ബാക്കി തുണിയെല്ലാം മടക്കി വെക്കുവാണേ. അപ്പോഴേക്കും എനിക്കും ഒന്ന് ചൂടായി. ഞാൻ മുടിയെല്ലാം പൊക്കി കെട്ടി. ചൂട് സഹിക്കാൻ പറ്റത്തില്ല. മുടി അങ്ങനെ അധികം ഞാൻ അഴിച്ചിടാറേ ഇല്ല. ഈ നനഞ്ഞ മുടിയാണെങ്കിൽ മാത്രം അഴിച്ചിട്ടുകൊണ്ടിരിക്കും. അല്ലാതെ ഞാൻ എവിടെ പോയാലും ഒന്നെങ്കിൽ പിന്നി കെട്ടുമോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊക്കി കെട്ടിക്കൊണ്ടേ പോകത്തുള്ളൂ. അപ്പം മുടി ഒത്തിരി ഉള്ളത് കൊണ്ട് ഏത് ഹെയർ സ്റ്റൈൽ വേണമെങ്കിലും ചെയ്യാലോ എന്ന് എല്ലാവരും പറയും. ഈ മുടി ഉള്ളവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. എനിക്ക് ആകെ അറിയാവുന്ന ഹെയർ സ്റ്റൈൽ ഈ പൊക്കി കെട്ടുന്നത് മാത്രമാണെന്ന് ചില സമയത്ത് ഞാൻ ആലോചിക്കുകയും. അതുമല്ല ഈ അഴിച്ചിട്ടിട്ട് നമ്മൾ എവിടോട്ടേലും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുടിയെല്ലാം ഉടക്കാവുകയും ചെയ്യും. ബൈക്കിലായിരിക്കുമല്ലോ കൂടുതൽ സമയം പോകുന്നത്. കാറിൽ പോകുന്നതിനെക്കാട്ടി ഞങ്ങൾക്ക് ഇഷ്ടം ബൈക്കിൽ പോകുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ പോകുമ്പോഴത്തേക്ക് പോയിട്ട് വരുമ്പോഴത്തേക്ക് മുടി മൊത്തം ഉടക്കാവും. പിന്നെ അത് വലിച്ചു പറിച്ച് കളയുമ്പോഴത്തേക്ക് പകുതി മുടി അവിടെ പോകും. അതുകൊണ്ടാണ് ഈ മടിച്ചിട്ട് അങ്ങനെയൊന്നും അഴിച്ചിട്ടുകൊണ്ട് പോകാത്തത്. അപ്പം മുടിയുടെ കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടികളെല്ലാം പാർക്ക് ചെയ്യാൻ പറഞ്ഞതിന് ഓരോരുത്തർ വണ്ടികൾ കൊണ്ട് പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാശ് പാർക്ക് ചെയ്തതിന് ശേഷം അവൻ ചെയ്തുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ശ്രീമോനും കൊണ്ട് പാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് ശ്രീമോൻ വയലൻ്റ് ആയേ. അതവന് വേണമെന്ന് പറയും. ഇതെടുത്തോണ്ട് ഞാൻ പോവാണ് വെക്കാൻ. അപ്പോൾ അതിൻ്റെ പുറകെ വന്ന് വഴക്കുണ്ടാക്കി അതിങ്ങ് എടുത്താണ്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം വേണമല്ലോ കൊച്ചിന് കളിക്കാൻ. അപ്പോൾ വെളിയിലിരുന്നത് മൊത്തവും ഞാനെടുത്ത് മേളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇവൻ്റെ ഏതെങ്കിലും വണ്ടി കൊണ്ടുവന്ന് വാഷ് ബേസിൻ്റെ അവിടെ ഇട്ടിട്ട് ആ വണ്ടിയുടെ മുകളിൽ കയറി നിന്നിട്ട് പൈപ്പ് തുറന്ന് വെള്ളത്തിൽ കളിയാണ് ശ്രീമോൻ്റെ പരിപാടി. അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ അതെല്ലാം മുകളിൽ കൊണ്ടുവച്ചേ. അതുകൊണ്ടാണ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇത്രയും പ്രിയം അതിനോട് കളിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് ഞാൻ അടുത്ത റൂമിൽ വന്നു. ആ റൂം അടച്ചിട്ടാണ് വന്നത്. എന്നിട്ട് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ മാറി വിരിച്ചിട്ടുണ്ടല്ല. ഇനിയിപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും ബെഡ്ഷീറ്റൊക്കെ മാറണം. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇന്ന് ഒരെണ്ണം മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്സാഹത്തിൽ കിടന്ന് ചാടുവാണ് ശ്രീമോൻ അതിൻ്റെ മുകളിൽ കിടന്ന്. അപ്പോൾ കാശി പറയാം, ഞാൻ സൈഡിൽ കിടക്കുകൊണ്ട് എന്നെ ക്യാമറ കിട്ടത്തില്ല. കാശി എന്നല്ല ശ്രീമോനെ, നീ കളിക്കുന്നതെല്ലാം അമ്മ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് അമ്മ അതെല്ലാം കാണുകയെന്നൊക്കെ ശ്രീമോൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അവനെ. എന്നിട്ട് ഞാനാണെങ്കിൽ ഫാൻ ഇട്ടതുകൊണ്ടാണ് ആ ഡോർ അങ്ങ് അടച്ചത്. അപ്പോഴത്തേക്ക് കാറ്റടിച്ച് പിന്നെ അങ്ങ് തുറന്നിട്ടുണ്ടായിരുന്നു. ഈ റൂം പിന്നെ നമ്മൾ അധികം ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. ബെഡ്ഷീറ്റ് ഒന്നും
മാറിയില്ല ഞാൻ. ഇനി അച്ചോ ചേച്ചോ ആരെങ്കിലും വരുമ്പോൾ മാത്രമേ ഞാൻ ഈ ബെഡ്ഷീറ്റ് മാറത്തുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല, ചുമ്മാ നമ്മൾ വിരിച്ചിട്ടെന്നുള്ളതേ ഉള്ളൂ. ആരെങ്കിലും വരുമ്പോൾ പിന്നെ പൊടിയാവോ അല്ലെങ്കിൽ തുമ്മലൊക്കെ വരുമോ എന്നുള്ള ഇതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ആ ബെഡ്ഷീറ്റ് മാറും എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ റൂമുകളെല്ലാം ക്ലീൻ ചെയ്ത് ഇനി നമ്മൾ ഹാളിൽ കൂടെ ഞാൻ തൂത്തം കൊണ്ടുപോവാണേ. ഇത് തൂത്തിനി വാരി അങ്ങ് പുറത്ത് വെളിയിൽ കളയണം, അല്ലെന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കും, അത് മറന്നു പോകും. ശ്രീമോ സമ്മതിക്കത്തില്ല. എപ്പോഴുള്ള പരിപാടിയാണ്. ഞാൻ ഇവിടെ തൂത്ത് അങ്ങോട്ട് വരുമ്പോഴത്തേക്കണ്ടോ വന്നേ ചീറിപ്പാന്ന് വന്നേ ആ വരവ് കണ്ടു. ഈ ഒരു വരവ് അവന് നിർബന്ധമാണ്, ഇങ്ങനെ അവൻ വന്നേ പറ്റത്തുള്ളൂ. അവൻ ഞാൻ അവിടെ തൂത്ത് കഴിയുമ്പോഴത്തേക്ക് അവൻ ഓടി വരികയും അതെല്ലാം ഒന്ന് തട്ടിത്തെറിപ്പിക്കുകയും അതിൽ നിന്ന് ഓരോ സാധനങ്ങൾ പറക്കിയെടുക്കുകയും ഇതൊക്കെ ചെയ്യുവേ. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്ന് ഞാൻ എന്തായാലും അതെല്ലാം വാരി അങ്ങ് വെളിയിൽ കളയാൻ വേണ്ടിയിട്ട് പറക്കിക്കൊണ്ടിരിക്കുകയാണ്. പേപ്പറൊക്കെ ഇവൻ്റെ കളിപ്പാട്ടമൊക്കെ തന്നെയായിരുന്നു കേട്ടോ, പൊട്ടിയതൊക്കെ ആയിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ വാരി അത് ഞാൻ പുറത്തോട്ട് തന്നെ ഞാൻ കളയുവാണ് കേട്ടോ. നമ്മുടെ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്നുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് കിടക്കുന്നിടത്തോട്ട് പോകും. വെയിറ്റുള്ള സാധനം ആയതുകൊണ്ട് അങ്ങോട്ട് തന്നെ പോവേ. അങ്ങനെ അതെല്ലാം ഇട്ടിട്ട് ഞാനാണെങ്കിൽ നേരെ നമ്മൾ ഇനി ഇവന്മാരെ രണ്ടിനെയും കൂടെ വിളിച്ചുകൊണ്ട് താഴോട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഏട്ടനും ഇനി വരാനൊക്കെ സമയമായി. അപ്പം ഞാനാണെങ്കിൽ അങ്ങ് പോകാമെന്ന് കരുതി. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഏട്ടൻ വരുവേ. അങ്ങനെ നമ്മളാണെങ്കിൽ താഴോട്ട് ഇറങ്ങി പോകാനായിട്ട് പോയപ്പോൾ കാശി ആ സ്റ്റെപ്പിൽ ഇരുന്ന് നിരങ്ങുന്ന കണ്ടതിന് ശ്രീമോനും ഇരുന്ന് നിരങ്ങുവാണ്. മര്യാദയ്ക്ക് നടന്നു പോയിക്കൊണ്ടിരുന്ന കൊച്ചാണ്. അങ്ങനെ പിന്നെ അവർ രണ്ടുപേരോട് പെട്ടെന്ന് ഇറങ്ങി പോന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് കുറേ നേരം സീരിയലും സിനിമയൊക്കെ കണ്ടു കേട്ടോ. ഇപ്പോൾ കാശിയാണെങ്കിൽ ടി വി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തോ ഗ്രാനിയോ എന്നാണ്ടൊക്കെ ഉണ്ട്, അതൊക്കെ കാണത്തുള്ളൂ. നമുക്കതൊക്കെ കാണുമ്പോൾ ഭ്രാന്ത് പിടിക്കും. ഇപ്പോൾ ശ്രീമോനെ ഞാൻ വിളിച്ചിട്ട് വരാത്തതിന് അവൻ്റെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി കാശി വന്ന് മടിയിലിരുന്നതാണ്. അന്നേരം കണ്ടോ ഒന്നും പറയാതെ എൻ്റെ ശ്രീമോൻ ഓടി വന്ന് എൻ്റെ മടിയിലിരുന്നത്. അങ്ങനെ പിന്നെ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.